ഹലോ ഹായ് നമസ്കാരം. എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? ഇവിടെ അത്ര സുഖമല്ലായിരുന്നു. ഞാൻ കുറേ ദിവസമായി വന്നിട്ട് അല്ലേ. എൻ്റെ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി, ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാനോ യൂട്യൂബ് ആക്സസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. കുറച്ച് വിഷമത്തിലായിരുന്നു. പക്ഷേ ഒരു നല്ല പുതിയ ഫോണൊക്കെ കിട്ടിയപ്പോൾ ആ വിഷമമൊക്കെ അങ്ങ് പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആരുടെയും മെസ്സേജസിന് റിപ്ലൈ അയക്കാഞ്ഞത്. ആരും ഒന്നും വിചാരിക്കരുത്. മെയിൽസും മെസ്സേജസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഉടനെ തന്നെ എല്ലാത്തിനും റിപ്ലൈ അയക്കും. പിന്നെ ഒന്ന് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസും എല്ലാം ഇനി നമ്മൾ ബാക്ക് ടു ബാക്ക് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞിക്ക ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഓപ്ഷൻ ഓൾ എന്ന് മാറ്റിയാൽ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജിൽ അറിയിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ട്രിക്കിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് നല്ല കാര്യമായിട്ട് ഒരുങ്ങി പിടിച്ച് കണ്ണൊക്കെ എഴുതി, അല്ലെങ്കിൽ കണ്ണെഴുതുന്നില്ല, നമുക്കൊരു നോ മേക്കപ്പ് ലുക്കാണ് വേണ്ടെങ്കിൽ പോലും നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ ഒരുങ്ങി പിടിച്ചൊക്കെ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ ആ രഹസ്യം അറിയുന്നത്. രഹസ്യമല്ലല്ലോ, എന്താ പറയുക, ആ വിഷമമോ എന്താ, ആ സത്യം, ഓക്കെ അങ്ങനെ വെക്കാം. ആ സത്യം അറിയുന്നത് എന്താണിത്? നമ്മുടെ കയ്യിൽ നമ്മുടെ മസ്കാര തീർന്നു പോയിരിക്കുന്നത് ഗൈസ്, അല്ലെങ്കിൽ മസ്കാര ഇല്ല എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ നമുക്കൊരു മസ്കാരയുടെ ഒരു എഫക്റ്റോട് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നൊരവസരം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞിക്ക ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണെന്നറിയാവോ? അപ്പോൾ മസ്കാര ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മസ്കാര ചിലപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഡ്രൈഡപ്പ് ആയി പോയി കാണും. ഡ്രൈഡപ്പ് ആയി പോയെങ്കിൽ ഒന്നുകിൽ ഒരു 2-3 തുള്ളി വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു 2-3 തുള്ളി സലൈൻ ഒഴിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നൊക്കെ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അതൊന്നുമല്ല, നമ്മുടെ കയ്യിൽ മസ്കാര ഇല്ല, അല്ലെങ്കിൽ മസ്കാരയുടെ ഒരു എഫക്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. എന്താണെന്ന് പറയട്ടെ? ഇതെന്താണ്? നമ്മുടെ ഐബ്രോ പെൻസിൽ. അപ്പം ഐബ്രോ ഒക്കെ നന്നായിട്ട് വരച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ക്ലിനിക്കിലേക്ക് വന്ന വഴിക്കൊന്ന് കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഷെയ്ഡായിരുന്നു? ബ്ലൂ ഹെവൻ്റെ ഒരു ഷെയ്ഡായിരുന്നു, ന്യൂഡ് ഷെയ്ഡാണ്. ഞാനൊരു റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ആരൊക്കെയോ ബ്രൗൺ ന്യൂഡ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഇങ്ങനെയാണ് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മസ്കാര ഇല്ലെങ്കിൽ നമുക്ക് ഈ ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് ആണെങ്കിലും മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്രഷ്, ഈസി എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതും സേഫും നമ്മുടെ ഐബ്രോ പെൻസിലിൻ്റെ ബ്രഷാണ്. അതിൻ്റെ വലിപ്പം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഇതാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പം ഇതിനെന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ കൂടെ ഒരാളും കൂടെ നമുക്ക് വേണം. നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് ബാക്കി വെച്ചിരുന്ന നമ്മുടെ ഐലൈനർ. അപ്പം ഈ രണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു മസ്കാര ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് നിങ്ങളുടെ നമ്മുടെ സ്വന്തം എല്ലാത്തിൻ്റെയും പേര് വായിന്ന് വിട്ടുപോകും. ഐബ്രോ ബ്രഷ്, ഐബ്രോ പെൻസിലിൻ്റെ മേളിലുള്ള വാൻഡ് അല്ലെങ്കിൽ ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്വന്തം ഐലൈനറും കൂടി എടുക്കുക. ഐലൈനറും കൂടി എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് കേട്ടോ, ഒരുപാട് കൂടി പോകരുത്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അത് ക്ലംസി ആകും. അപ്പം നമ്മുടെ നമ്മുടെ ഐലാഷസും ഭയങ്കര ക്ലംസി ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മാത്രം. അപ്പം നമുക്ക് ലെയർ ഓൺ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ അടുത്തടുത്ത ലെയർ ഓൺ നമുക്ക് ചെയ്യാം. അപ്പം ഇത് ഇത്രയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ, അതായത് ഇത് ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്തിരിക്കരുത്, എന്ന് വെച്ചാൽ ഇത് കട്ടിയായി പോവും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വിടർന്ന് വരും. നിങ്ങൾക്കിത് എത്രത്തോളം ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങളുടെ ലാഷസ് നല്ലപോലെ സെപ്പറേറ്റഡും ആകും. അതേപോലെ തന്നെ നല്ലൊരു പോപ്പപ്പ് കിട്ടും കണ്ണിന്. ഇത് തീരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉടനെ തന്നെ അടുത്ത ലെയറും നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല ഗൈസ്, നമ്മൾ ഉടനെ തന്നെ അടുത്ത ലെയർ അപ്ലൈ ചെയ്തിരിക്കും. കോരി വാരി തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കട്ടിയായി പോകരുത്. അതേ എനിക്ക് പറയാനായിട്ടുള്ളത്. ക്ലംസി ആവും.
പിന്നെ ഇത് എന്താ പറയുക വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഐലൈനറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഐലൈനർ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സാധനം വാട്ടർ പ്രൂഫ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ താഴത്തെ ലാഷസും കൂടി ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് താഴത്തേതിൽ അത് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമേ. കണ്ണ് കണ്ടോ? ഈ കണ്ണ് നമ്മളുള്ള ഡിഫറൻസ് കേട്ടോ. കണ്ടോ? പിന്നെ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് നമ്മുടെ ഐലാഷസ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താഴെ കണ്ണ് നല്ലതായിട്ട് ആ പീലുകളെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കും. നല്ലൊരു ബൗൺസിങ്ങും കിട്ടും. അപ്പം തന്നെ നമ്മുടെ കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വിടർന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ തന്നെ ഇപ്പോൾ ഈ കണ്ണിൻ്റെ താഴത്തേതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ അറിയാമായിരിക്കുമല്ലോ. നല്ലൊരു ഡിഫറൻസ് വരും. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇവിടെയൊക്കെ ഒന്നും കൂടെ ആക്കി കൊടുക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ ഈ കണ്ണിൻ്റെ പരിപാടി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോൾ കണ്ണാടി നോക്കിയിട്ട് കണ്ണിൽ എന്ത് ചെയ്യാൻ പോയാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിയത്തില്ല. എനിവേസ് കമ്മിങ് ബാക്ക്. അപ്പം ഇത് വാട്ടർ പ്രൂഫ് ആണോ, ഈ ട്രിക്ക്, ഈ ഹാക്ക് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഐ ലൈനർ ഇന്നെന്തോ ഭയങ്കര ഓർമ്മ പക്ഷേയാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ഐ ലൈനറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇത് വാട്ടർ പ്രൂഫ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം പിന്നെ നമ്മളെന്താ പറയുക, നമ്മൾ ഈ മസ്കാര ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഹാക്കൊക്കെ പ്രയോഗിക്കുന്നത്. അപ്പം പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആകണമെന്ന് കൂടെ നമ്മൾ വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഐ ലൈനർ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഹാക്കും വാട്ടർ പ്രൂഫ് ആയിരിക്കും. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതായത് ആ മസ്കാര ഇട്ട അതേ എഫക്റ്റ് തന്നെ, പക്ഷേ ഒരു മസ്കാര ഇല്ലാതെ. പിന്നെ ഇതുകൊണ്ട് വേറെ വലിയൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റ് ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അതും കവേർഡായി കിട്ടും. നല്ല ഹാക്കല്ലേ? എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ഈ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഈ മസ്കാരയ്ക്ക് പകരമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് നോക്കിയത്. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആയിരുന്നു. പിന്നെ വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അല്ലാതെ ഈ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എക്സലൻറ്റ് ഹാക്കാണ്. എസ്പെഷ്യലി നമ്മുടെ താഴത്തെ ഐബ്രോസും നല്ലപോലെ ഡിഫൈൻ ചെയ്യും. ഈ എന്താ പറയുക, മസ്കാരയുടെ ആ ബാൻഡ് കൊണ്ട് താഴെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാവരും ഇതും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹാക്കാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സോ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.